അത് ജോയി നിരപ്പിൽ ഇതിപ്പോൾ നിർദ്ദേശങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ പുതിയ ഡാം എന്നുള്ള ആവശ്യമാണ് മുന്നിലേക്ക് വെക്കുന്നത്, അറിയാം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് ഏതെല്ലാം തരത്തിൽ പ്രായോഗികമാകും? ഇത്രത്തോളം ചർച്ചകൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യവുമില്ലേ? കേരളം ഒറ്റക്കെട്ടായിട്ട് പുതിയ ഡാം, അതുപോലെ തന്നെ തമിഴ്നാട് ജലം, നമുക്ക് സുരക്ഷ ഇതിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മെട്രോമൻ ഈ ശ്രീധരന പി സി കുര്യക്ക്, പ്രൊഫസർ റോയി, അതുപോലെ റസൽ ജോയ് ഇവരൊക്കെ ചെയ്യുന്നത് നമ്മോട് ഇതിന് ഏറ്റവും വലിയൊരു വഞ്ചനയാണെന്ന് എനിക്ക് പറയാം. നമുക്കറിയാം ഇതൊന്നും പ്രായോഗികമല്ല. കാരണം അന്ധവിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡാം ശക്തിപ്പെടുത്തി പുതിയ കനാല് നിർമ്മിച്ച് വെള്ളം കൊടുക്കുക, അവിടെ കുറെ കൊച്ചു കൊച്ചു ഡാമുകളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന ആശയം ഒരിക്കലും പ്രായോഗികമല്ല എന്ന് നമുക്കറിയാൻ കാരണം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ വ്യതിയാന മേഘവിസ്ഫോടനം നമുക്കറിയാം. അദ്ദേഹം പറയുന്ന 50 വർഷം നിൽക്കുമെന്ന് വെളിപ്പെടുത്തിയാൽ അതിനിടയിൽ മേഘവിസ്ഫോടനം, കാലാവസ്ഥ വ്യതിയാനം ഒക്കെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം ഒന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നില്ല. ഇവരെല്ലാം കേരളത്തെ ഒറ്റിക്കൊടുക്കുന്നവരാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നതിന് തുരങ്കം വയ്ക്കുന്നവരാണെന്ന് ഉള്ള സത്യമാണ് എനിക്ക് പറയാം. അതുപോലെ നമുക്ക് ഇത് ഫ്രഞ്ച് മേഖലയിലാണ് ലിറ്റർസൈഡ് 6.5 വരെ ഉണ്ടാകാം. അപ്പൊ ഇത് ഒരു ഇതായിട്ട് 100 അടിയിലൊക്കെ നിർത്തിയാൽ ഏത് സമയത്തും നമുക്കറിയാം ഇപ്പോൾ ഭൂജലം 6.5 വരെ ഉണ്ടാകുന്നതുപോലെ മേഘവിസ്ഫോടനം ഇതെല്ലാം തകരും. അപ്പൊ അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരമല്ല ഇത്. കാരണം നമുക്കറിയാം ഇവരൊന്നത് പറയാനും വിദഗ്ധരല്ല. പ്രൊഫസർ സി പി റോയിയോ, അഡ്വക്കേറ്റ് റസൽ ജോയിയോ, ദണ്ഡപാണിയോ, സുരിയൊക്കെ മെട്രോമൻ ചെയ്യുന്നൊന്നും അല്ല. അവരിങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് നമുക്ക് ഈ നമ്മുടെ തീരുമാനം നീണ്ടുപോകുന്നതല്ലാതെ കേരളം ഒറ്റക്കെട്ടായിട്ട് പ്രായോഗികം പുതിയ ഡാം, തമിഴ്നാടിന് ഇഷ്ടം പോലെ വെള്ളം കൊടുത്തുകൊണ്ട് അവിടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സിസ്റ്റം നമുക്കറിയാം. കാലാവസ്ഥയൊക്കെ അതിജീവിക്കുന്ന ഈ ഭൂജലം പുതിയ ഡാം പണിയാനുള്ള എല്ലാ സിസ്റ്റവും ടെക്നോളജി വളർന്നു കഴിഞ്ഞു. ആ രീതിയിലൊരു ഡാം പണിതാൽ 150-200 വർഷത്തോളം അത് നിൽക്കും. ഇപ്പോൾ മെട്രോമൻ പറയുന്ന 50 വർഷം. അപ്പൊ അത് കഴിഞ്ഞ് അതിനിടയിൽ കാലാവസ്ഥ വ്യതിയാനം, മേഘവിസ്ഫോടനം, ഭൂജലം ഉണ്ടായി എന്ത് ചെയ്യും? അതുകൊണ്ട് ഇത് ഒരിക്കലും പ്രായോഗികമല്ല. തീർച്ചയായും മനസ്സിലാക്കുന്നു. വളരെ നന്ദി ഫാദർ പ്രതികരിച്ചതിന്. എന്തായാലും